അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പ് വിൽക്കുന്ന എന്തിനാ ചേച്ചി? ഇന്ദ്രേട്ടനിൽ നിന്ന് ആ ഷോപ്പ് തിരിച്ചു വാങ്ങി രഘുവേട്ടൻ അവിടെ ബിസിനസ് തുടങ്ങിയാ പോരെ? ദാസങ്കള് എന്റെ പേരിൽ വാങ്ങിത്തന്ന കടയാ അത്. അത് പുറത്ത് വിൽക്കുന്നത് അദ്ദേഹത്തോട് കാണിക്കുന്ന നന്ദികേടാവും. ഇതിപ്പോ രഘുവേട്ടൻ അവിടെ ബിസിനസ് തുടങ്ങുക പറഞ്ഞ അങ്കിളിന് അതിൽ സന്തോഷേ കാണൂ. എന്താ രഘുവേട്ട, അനു ഈ പറഞ്ഞത് നല്ല കാര്യമല്ലേ? രഘുവേട്ടന് പുതിയൊരു ബിസിനസ് നോക്കി പോവേണ്ട കാര്യമില്ല. ഇന്ദ്രൻ ഷോപ്പ് ഒഴിഞ്ഞു തന്ന ഉടനെ രഘുവേട്ടന് പുതിയ കച്ചവടം അവിടെ ആരംഭിക്കുകയും ചെയ്യാം. അതൊക്കെ ശരിയാ, നടക്കുകയാണെങ്കിൽ നല്ലതുവാ. എല്ലാ അനു അമ്മാവനോടും കൂടെ സംസാരിച്ചിട്ട് തീരുമാനം എടുക്കട്ടെ. എനിക്കതല്ലേ പറയാൻ പറ്റൂ. അച്ഛൻ ഇതിനോട് യോജിക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ ഷോപ്പ് തിരിച്ചു വാങ്ങിക്കാൻ രഘുവേട്ട. അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇന്ദ്രേട്ടന് വിഷു കഴിയുന്നത് വരെ സമയം കൊടുക്കാൻ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്തത് സത്യനും ശ്യാമും കൂടിയാ. ആ സമയം കഴിഞ്ഞുന്ന് നാളെ അച്ഛനോ ഞാനോ വിളിച്ചു പറഞ്ഞ അവർ ഇന്ദ്രേട്ടനോട് സംസാരിച്ച് ഷോപ്പ് ഒഴിഞ്ഞു തരും. ഈശ്വര, ഇപ്പോഴെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് തുറന്നു തന്നല്ലോ. അനു, ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ആ ഷോപ്പ് തിരിച്ചു വാങ്ങുന്നതിൽ നിനക്ക് കുറ്റബോധമൊന്നുമില്ലല്ലോ? അല്ല, രണ്ട് മനസ്സോടെ നീ ഇത് ചെയ്യരുത്. ഉറച്ച തീരുമാനം ഉണ്ടെങ്കിലേ നീ ഇത് എനിക്ക് വേണ്ടി ചെയ്യാവൂ. ഞാൻ ഈ കാര്യം നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ രഘുവേട്ട. അതിൽ നിന്ന് എന്തായാലും പിന്നോട്ടില്ല. അച്ഛന്റെ അനുവാദം മാത്രം കിട്ടിയാൽ മതി. നമുക്കത് ചെയ്യാം. ഹലോ ആൻറ്റി, ബോധം തെളിഞ്ഞു അല്ലേ? ഡോക്ടറിലൂടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു.